നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിന് വ്യൂസ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഓരോരോ സെറ്റിംഗ്സ് ചെക്ക് ചെയ്ത് നോക്കും. ചെക്ക് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തു നോക്കും. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലെ സെറ്റിംഗ്സിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ആ സെറ്റിംഗ്സ് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു നോക്കും. അതേപോലെ നമ്മൾ ഓരോരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോഴും അതിന് കൊടുക്കേണ്ട ടൈറ്റിൽ, തംബ്നെയിൽ, ടാഗിങ് ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തു നോക്കും. പക്ഷേ എന്നിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിന് വ്യൂസ് കിട്ടുന്നില്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിലെ ഒരു സെറ്റിംഗ് ഉണ്ട്, അത് ഓഫായി കിടക്കുകയായിരിക്കും. അത് എത്രയും പെട്ടെന്ന് നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിനു മുമ്പായി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, നിങ്ങളിൽ പലരും വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ ആരും വീഡിയോ ലൈക്ക് ചെയ്യുകയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യാറില്ല. പക്ഷേ നിങ്ങളുടെ ലൈക്സും സബ്സ്ക്രിപ്ഷനും കിട്ടിയാൽ മാത്രമേ നല്ല നല്ല വീഡിയോസ് തുടരെ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതുമാത്രമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഇതും ഒരു പുതിയ ചാനലാണ്. ഈ ചാനൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ലൈക്സും സബ്സ്ക്രിപ്ഷനും കിട്ടിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിലെ ഏത് സെറ്റിംഗ് ആണ് നമ്മൾ ഓൺ ചെയ്യേണ്ടത് അതറിയാനായിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോവുക. യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മൾ കസ്റ്റമൈസേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രൊഫൈലിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ബാനർ, പിക്ചർ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് പോകേണ്ടത് ഇവിടെ ഹോം ടാബിലേക്കാണ്. നമ്മൾ ഹോം ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഷോ യുവർ ചാനൽ ഹോം ടാബ് ടു ഹൈലൈറ്റ് ആൻഡ് ഷോക്കേസ് കണ്ടന്റ് ഫോർ യുവർ ഓഡിയൻസ്. ഇത് പലരുടേതും ഓഫായി കിടക്കുകയായിരിക്കും. ഇത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് നമ്മൾ ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനെ ഓൺ ചെയ്യുക. ഇത് ഓൺ ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്ന നമ്മുടെ ഓഡിയൻസിന് നമ്മുടെ ചാനൽ ലേ ഔട്ടിൽ നമ്മൾ ഏത് രീതിയിലാണോ വീഡിയോസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ അവർക്ക് നമ്മുടെ ചാനൽ കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ പോപ്പുലർ വീഡിയോസ്, അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ്, അല്ലെങ്കിൽ നോർമൽ വീഡിയോസ്, ഇതൊക്കെ പല സെക്ഷനിലായിട്ട് നമ്മൾ നമ്മുടെ ചാനൽ ലേ ഔട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ആ രീതിയിൽ നമ്മുടെ ഓഡിയൻസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് വെച്ചാൽ മാത്രമേ അവർക്കത് കാണാൻ പറ്റത്തുള്ളൂ. അതേപോലെ നമ്മുടെ പ്ലേലിസ്റ്റ്, കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ലേ ഔട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇതേ രീതിയിൽ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്ന ഓഡിയൻസിന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സെറ്റിംഗ് ഓൺ ചെയ്ത് വെച്ചാൽ മാത്രമേ അവർക്കത് ആ രീതിയിൽ കാണാൻ പറ്റത്തുള്ളൂ. അതായത് ഷോ യുവർ ചാനൽ ഹോം പേജ് ടു ഹൈലൈറ്റ് ആൻഡ് ഷോക്കേസ് യുവർ കണ്ടന്റ് ഫോർ യുവർ ഓഡിയൻസ്. ഈ സെറ്റിംഗ് ഓൺ ചെയ്ത് വെച്ചാൽ നമ്മൾ ഏത് രീതിയിലാണോ നമ്മുടെ ലേ ഔട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ പ്ലേലിസ്റ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഓഡിയൻസിന്, അവർ വിസിറ്റ് ചെയ്യുന്ന ഓഡിയൻസിന് കാണാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫോർ യുവിന്റെ താഴേക്ക് നോക്കുക, മോർ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചോദിക്കുന്നത് വാട്ട് ടു ഇൻക്ലൂഡ് ഇൻ ദ ഫോർ യു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിലെ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ സ്ക്രീനിൽ കാണിക്കേണ്ടത്. അതായത് ലോങ് വീഡിയോസ് കാണിക്കണോ, ഷോർട്സ് കാണിക്കണോ, അതോ ലൈവ് സ്ട്രീംസ് കാണിക്കണോ, അതോ മൊത്തമായിട്ട് കാണിക്കണോ, ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ വീഡിയോസ്, ഷോർട്സ്, ലൈവ് സ്ട്രീംസ് മൂന്നും ഓൺ ചെയ്ത് വെക്കുക. ഇനി തൊട്ട് താഴെയായിട്ട് നോക്കിയാൽ റീസൻസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ രണ്ട് ഓപ്ഷൻസും ഉണ്ട്. ഒന്ന് ഓൾ കണ്ടന്റ്, രണ്ട് റീസെന്റ് കണ്ടന്റ്സ് ഓൺലി. ഓൾ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോസ് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്ന ഓഡിയൻസിനെ കാണിക്കും. റീസെന്റ് കണ്ടന്റ്സ് ഓൺലിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് 12 മന്ത്സിൽ, ലാസ്റ്റ് 1 ഇയറിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് മാത്രം നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്ന നമ്മുടെ ഓഡിയൻസിനെ അവർ കാണിക്കും. ഇത് ഏതാണോ നമുക്ക് വേണ്ടത്, നമ്മുടെ കൂടുതൽ നല്ല വീഡിയോസ് ഏതിലാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്കിത് സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ ഇതിൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്താലും ഇവിടെ അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് ഓൾവേസ് അപ്ഡേറ്റ്സ് ദ ഫോർ യു സെക്ഷൻ വിത്ത് ഫ്രഷ് കണ്ടന്റ്. അതായത് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ്സിനെ എടുത്ത് അവർ ഫോർ യു സെക്ഷൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വെക്കാറുണ്ട് ബൈ ഡിഫോൾട്ട്. അപ്പോൾ നിങ്ങളുടെ ചാനലിന്റെ ഹോം ടാബിൽ ഈ സെറ്റിംഗ്സ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സെറ്റിംഗ്സ് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.